മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ ചെലവ് പെരുപ്പിച്ചു കാണിച്ച സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന് UDF. കേന്ദ്ര സർക്കാർ നൽകാൻ തയ്യാറാക്കിയ മെമ്മോറാണ്ടത്തിൽ വലിയ വീഴ്ചയുണ്ടായെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. ദുരന്തമുഖത്ത് ഒറ്റക്കെട്ടായി നിന്ന സന്നദ്ധ പ്രവർത്തകരുടെ അധ്വാനത്തെ സർക്കാർ മുതലെടുക്കുന്നു എന്നും PK കുഞ്ഞാലിക്കുട്ടിയുടെ വിമർശനം. പുറത്തുവന്നത് അധിക സഹായം ആവശ്യപ്പെട്ടുള്ള കണക്കെന്ന സർക്കാർ വാദം പ്രതിപക്ഷം തള്ളി. സൗജന്യമായി നൽകിയ സ്ഥലത്ത് മൃതദേഹങ്ങൾ സംസ്കരിച്ചതിന് 75,000 രൂപ എങ്ങനെ ചെലവാകുമെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യം. കേന്ദ്രത്തിന് മുന്നിൽ കേരളത്തിന്റെ വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യപ്പെടും. സർക്കാർ പുനർചിന്തനം നടത്തി പുതിയ മെമ്മോറാണ്ടം തയ്യാറാക്കണമെന്ന് VD സതീശൻ. കേന്ദ്ര ഗവൺമെന്റിന് ഇങ്ങനെയാണോ മെമ്മോറാണ്ടം സമർപ്പിക്കേണ്ടത്? SDRF നോംസ് അനുസരിച്ചിട്ടാണ് കേന്ദ്ര ഗവൺമെന്റിന് ഇത് സമർപ്പിക്കേണ്ടത്. SDRF നോംസുമായിട്ട് യാതൊരു ബന്ധവും ഇതിലെ പല കാര്യങ്ങൾക്കും ഇല്ല. മാത്രമല്ല, ഇതൊരു സാമാന്യ യുക്തിക്ക് നിരക്കാത്ത കണക്കുകളാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് പണം കിട്ടാതെ പോകരുത്. ഇതിന്റെ വിവാദത്തിന്റെ പുറത്ത് ഇതൊരു വിവാദം ഉണ്ടാകരുത്. ഇതിന്റെ പുറത്തെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ ഇക്കാര്യത്തിൽ ഗവൺമെന്റിന്റെ കൂടെയാണ് നിൽക്കുന്നത്. ചെലവായ തുകയുടെ കൃത്യമായ കണക്ക് സർക്കാർ പുറത്തുവിടണമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. നാടൊറ്റക്കെട്ടായി നിന്ന് നടത്തിയ സേവന പ്രവർത്തനത്തിന് കണക്കുകൾ അവ്യക്തമായി കൂടാ എന്ന PK കുഞ്ഞാലിക്കുട്ടി. ദുരന്തത്തെ അതിജീവിക്കാൻ സ്വന്തം ജീവൻ പണയം വെച്ച രക്ഷാപ്രവർത്തകരുടെ സമർപ്പണത്തെ സർക്കാർ മുതലെടുക്കാൻ ശ്രമിക്കുന്നത് പൊറുക്കാൻ പറ്റാത്ത തെറ്റാണെന്നും മുസ്ലിം ലീഗ് നേതാവ് വിമർശിച്ചു. വയനാട് ദുരന്തത്തിൽ കേരളത്തിന് അർഹമായ പണം ലഭിക്കാത്തതിന് കാരണക്കാർ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയുമാണെന്നായിരുന്നു കോൺഗ്രസ് നേതാവ് K മുരളീധരന്റെ ആക്ഷേപം. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കൊച്ചി.